പ്രിയമുള്ളവരെ, ഒരു അനുസ്മരണ പ്രഭാഷണം നടത്തുക എന്നുള്ളത് ഒരു വലിയ ഔചിത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഈ 3 പേരും കേരള യുക്തിവാദ സംഘത്തിന്റെ സജീവ പ്രവർത്തകരെന്നോ ജീവനാഡിയെന്നോ ഒക്കെ പറയാവുന്ന ഈ 3 പേര്, അവര് നമ്മളുമായി ഈ 3 തലങ്ങളിൽ ബന്ധപ്പെട്ട് നിന്നവരാണ്. കലാമാഷാണെങ്കിൽ ഏണ്ട സംസ്ഥാന നേതൃത്വം. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, നേരത്തെ രാജഗോപാൽ സാവ് പറഞ്ഞ പോലെ ഈ EMSO അല്ലെങ്കിൽ നായനാരോ അല്ലെങ്കിൽ അതുപോലെ CPM-ന്റെ ഉന്നത ശ്രേണിയിലുള്ള ഒട്ടേറെ പേര് അവരോടൊപ്പം നിൽക്കാവുന്ന ഒരാളായിരുന്നു കലാമാഷ്. ഒരുപക്ഷെ കേരള യുക്തിവാദ സംഘം എന്നുള്ള പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നില്ലായിരുന്നെങ്കിൽ കലാമാഷ് സ്വാഭാവികമായും ഒരു പാർട്ടി നേതാവായോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു മന്ത്രിയായോ നേതാവായോ ഒക്കെ നമ്മൾ കാണേണ്ടിയിരുന്ന ഒരാളാണ്. ഇന്ന് രാജഗോപാൽ സാവ് പറഞ്ഞ പോലെ ഈ അനുസ്മരണം ഒരു CPM നേതാവിന്റെയോ അല്ലെങ്കിൽ ഒരു പഴയ മന്ത്രിയുടെയോ അനുസ്മരണമായിട്ട് മാറിപ്പോയില്ല. പക്ഷെ താൻ തെരഞ്ഞെടുത്ത പാത യുക്തിവാദത്തിൻ്റെതാണെന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഈ രാഷ്ട്രീയമായ ഏത് തെരഞ്ഞെടുക്കണമെന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം വെളിപ്പെടുത്തിയത് ആ ഒരൊറ്റ കാര്യമായി. അങ്ങനെയാണ് അദ്ദേഹം ഈ കേരള യുക്തിവാദ സംഘത്തിന്റെ ഭാഗമായി സജീവമായി നിൽക്കുന്നത്. പലപ്പോഴും പല കാര്യങ്ങളിലും നമ്മൾ ഇങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് പലരും പറഞ്ഞ് നമ്മൾ കേൾക്കാറുമുണ്ട്. ഈ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി യുക്തിവാദ സംഘത്തെ കൂട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് കൊണ്ട് പലപ്പോഴും അത്തരം ഒരു ആക്ഷേപം നമ്മൾ പലപ്പോഴും പല ആളുകളിൽ നിന്നും കേട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലാം അദ്ദേഹം സ്വതന്ത്രമായ നിലപാട്. എനിക്ക് നേരിട്ട് അനുഭവമുള്ള 2-3 എൻ്റെ വീട്ടിൽ വന്ന് അദ്ദേഹം താമസിച്ചിട്ടുണ്ട്. താമസം എന്ന് പറയുന്ന ഒരു രാത്രി അദ്ദേഹം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ രാവിലെ ഞാൻ വെളുപ്പിന് അദ്ദേഹത്തെ നോക്കുമ്പോൾ കാണുന്ന അദ്ദേഹം ആ കിടക്കയും ബെഡ്ഷീറ്റൊക്കെ മടക്കി വയ്ക്കുന്ന ഒരു പാവത്താനെയാണ്. രാത്രി നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മിനിയോട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു 2 ചപ്പാത്തി മതി എനിക്ക്, വേറെ ഒന്നും വേണ്ടെന്ന് പറയുന്ന അത്ര ഒരു പാവം, അത്തരം ഒരു സാധാരണക്കാരൻ. എങ്ങനെ കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്തായിരിക്കണം എന്നുള്ളതും ഒരു യുക്തിവാദി എന്തായിരിക്കണം എന്നുള്ളതും നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ ഒട്ടേറെ യോഗങ്ങളിൽ അദ്ദേഹമായിട്ട് ഇരിക്കും. അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ കുറിപ്പെഴുതും. രാത്രി ഞാൻ അദ്ദേഹത്തെ ഒന്ന് മുറിയിൽ ചെന്ന് കാണുകയാണ്. അദ്ദേഹം കിടക്കും, സൗകര്യം മതിയോ എന്നുള്ളത് അറിയാൻ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും രാത്രി 11 മണിയാകുമ്പോൾ അദ്ദേഹം കുത്തിയിരുന്ന് എഴുതി. വെളുപ്പിന് പോകേണ്ട ആൾ കുത്തിയിരുന്ന് എഴുതുകയാണ്. ഞാൻ ചോദിച്ചെന്താ പക്ഷേ കുറിപ്പെടുക്കുകയാണ് ഓരോന്നും. ഈ സാവ പറഞ്ഞ പോലെ തന്നെ രാത്രിയിൽ കുത്തിയിരുന്നു കൊണ്ട് നാളത്തെ എവിടത്തെങ്കിലും മീറ്റിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യത്തിന് വേണ്ടി പ്രസംഗിക്കാൻ കുറിപ്പെടുത്തോണ്ടിരിക്കുന്ന ഒരു പ്രായമുള്ള ഒരു മനുഷ്യനെ നമ്മൾ കാണുകയാണ്. നമ്മളെല്ലാം എത്ര പേര് അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. യുക്തിവാദ സംഘത്തിന് വേണ്ടി മാത്രമല്ല, ഒരു പൊതുപ്രവർത്തന രംഗത്ത് നമ്മൾ ഒരു ആശയവിനിമയത്തിനോ ഒരു ശാസ്ത്ര ക്ലാസ്സിന് വേണ്ടി എത്രമാത്രം ത്യാഗോജ്വലമായിട്ട് ഇത്രയും സന്നദ്ധതയോടെ വർക്ക് ചെയ്യുമെന്ന് നമുക്കിപ്പോഴും പറയാൻ പറ്റില്ല. അത് കലാമാഷ് അത്തരം ഒരു മനുഷ്യനെയാണ് നമ്മൾ കാണുന്നത്. പലപ്പോഴും ഈ ഇവിടെ യോഗങ്ങളിലൊക്കെ വരുമ്പോൾ എൻ്റെ തോളിലൊക്കെ തൂങ്ങി അദ്ദേഹം നടന്നിട്ടുണ്ട്. എൻ്റെ കുട്ടിന് പേരുള്ളതുകൊണ്ട് കേട്ടതെന്ന് പറയും. പേര് പലപ്പോഴും എൻ്റെ മറന്നു പോയിട്ടുണ്ട് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം നിങ്ങളുടെ പേരെന്തായിരുന്നു എന്ന് എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സത്യത്തിൽ ആദ്യം അത്ഭുതമായിരുന്നു. പക്ഷെ എനിക്കറിയാം അദ്ദേഹം എല്ലാവരോടും അങ്ങനെ പെരുമാറും, പേര് മറന്നു പോകും അദ്ദേഹം. അത്തരത്തിലുള്ള ഒരവസ്ഥയിൽ പോലും ഇത്രയും ആത്മാർത്ഥതയോടെ കേരള യുക്തിവാദ സംഘം അല്ലെങ്കിൽ യുക്തിവാദ ആശയത്തിന് വേണ്ടി നിലകൊണ്ട ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ശിവരാമൻ ചേട്ടൻ മരിച്ചിട്ട് വർഷങ്ങളായി. ശിവരാമൻ ചേട്ടൻ മരിക്കുമ്പോഴും ഇതുപോലെ തന്നെ ഒരു പിതൃതുല്യമായ വാത്സല്യമായിരുന്നു എന്നോടൊക്കെയുള്ള. എൻ്റെ വീട്ടിൽ വന്നിരുന്ന് വെളുപ്പാൻ കാലത്ത് എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന ആളാണ്. പലപ്പോഴും അനുസ്മരണത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ തവണയും പോയപ്പോഴും എനിക്ക് ആ കാര്യമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ശിവരാമൻ ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ യുക്തിവാദ സംഘത്തിന്റെ ഭാഗമെന്നതിനേക്കാളും പലപ്പോഴും എന്നെ ഉണർത്തിക്കൊണ്ടുപോയി ഓരോ സംഘം പ്രവർത്തനത്തിന് കൊണ്ടുപോകുമ്പോൾ, അതുപോലെ ഞാനും പ്രകാശനും കൂടി അദ്ദേഹത്തെ കാണാനായിട്ട് അദ്ദേഹം ഒരു അസുഖം ബാധിച്ച് അദ്ദേഹം ആലുവയിൽ അദ്ദേഹത്തിന്റെ മരുമകൻ്റെ ഒപ്പം താമസിക്കുമ്പോൾ ഞങ്ങളാക്കാൻ വേണ്ടിയിട്ട് ആലുവ വരെ നടന്നു വരുന്നത്. ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ആളാണ്. അങ്ങനെയുള്ളൊരു പാവം മനുഷ്യൻ. ഒരു മൈക്ക് സ്വന്തമായി കേരള യുക്തിവാദ സംഘത്തിന് വേണമെന്ന് വാശി പിടിച്ചു. നമ്മളൊക്കെ അതിനു മുമ്പ് തന്നെ യുവാക്കളായിട്ടുള്ള കുറേ ആളുകൾ ഇന്ന് നടക്കുമ്പോഴും ഒരു മൈക്ക് വേണം, ആളുകളോട് സംസാരിക്കണം. നമുക്ക് വാർഡ് തോറും നമുക്ക് ഇതിന് ബ്രാഞ്ചുകൾ, നമ്മുടെ ഈ കേരള യുക്തിവാദ സംഘത്തിന്റെ യൂണിറ്റുകൾ ഉണ്ടാകണമെന്ന് വാശി പിടിച്ചുകൊണ്ട് ഓടി നടന്നൊരു പാവം മനുഷ്യൻ. അവരുടെയൊക്കെ ആത്മാർത്ഥതയ്ക്കൊപ്പമാണ്. അതിൻ്റെയൊക്കെ അടുത്ത് ഒന്നും അല്ലെന്ന് വേണേൽ പറയാം. പിന്നെ ശശിചേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഒട്ടേറെ കാര്യങ്ങളിൽ ഞാനുമായിട്ട് വഴക്കും ഇണക്കവും എൻ്റെ വീട്ടിലെ നിരന്തരം വന്നിരുന്ന ആളാണ് ശശിചേട്ടനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വിഷമമൊക്കെ തോന്നി. ഒരിക്കൽ അദ്ദേഹം വയ്യാതിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ആരോടോ ഒരു പരാതി പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ വിളിച്ചില്ല, ചോദിച്ചില്ലെന്ന്. സത്യത്തിൽ അത് കഴിഞ്ഞാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ ഒരു കിടപ്പിലായ ഒരു അവസ്ഥയിലാണെന്ന്. ശരിക്കും അത്ര കണ്ട അടുപ്പമുള്ള ആളാണ് ഞാൻ ശശിചേട്ടനും തമ്മിൽ. എനിക്ക് പലപ്പോഴും വീട്ടിൽ മിനി എൻ്റെ അടുത്ത് പരാതി പറയുന്ന ശശിചേട്ടൻ വീട്ടിൽ വന്ന് ആദ്യം പറയണത് എനിക്ക് ഭക്ഷണം തന്നെ ആകെ കൊള്ളാം, ഞാൻ പാത്രം കഴുകും എന്നുള്ളതാണ്. ഇതാണ് ശശിചേട്ടൻ്റെ ഒരു വാശി എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും അവരുടെ ബുദ്ധിമുട്ടെന്ന് പറയുന്ന അടുക്കള കയറി ഒരു
പുറത്തുനിന്ന് ഒരാൾ വന്ന് വെച്ച് പാത്രം കഴുകുകയൊക്കെ ചെയ്യുന്നത് അവർക്ക് നാണക്കേടോ മാനക്കേടോ ഒക്കെ തോന്നിയിട്ടാണ്. പക്ഷെ പുള്ളിക്കാരുടെ ശീലം അതാണ്. വീട്ടിൽ വന്ന് അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു ശീലമാണ് ശശിയാണ്. ഇപ്പൊ ആ മകളിവിടെ ഉണ്ട്, ശശിയുടെ മകളിവിടെ ഇരിക്കുന്നു. അപ്പൊ അങ്ങനെ വളരെ അടുപ്പമുള്ള ആള് വീട്ടിൽ എത്രയോ തവണ വന്നിട്ടുണ്ട്. എന്റെ അച്ഛനുമായിട്ടൊക്കെ വളരെ എന്റെ അച്ഛന് വയ്യാതിരിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തെ പരിചരിക്കാനോ വിശേഷം തിരക്കാനോ ഒക്കെ മറ്റാരേക്കാളും കൂടുതൽ വന്നിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എന്റെ അച്ഛന് യുക്തിവാദം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ ശീലമൊന്നും ആയിരുന്നില്ല. അദ്ദേഹം ഒരു വിശ്വാസിയൊക്കെ ആയിരുന്നു. പക്ഷേ യുക്തിവാദികളോട് ശിവരാമൻ ചേട്ടൻ എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നതും അതുകൊണ്ട് ഇതേ ആ മനുഷ്യൻ ഇത്ര നേരമായിട്ട് ഇരിക്കണടാ എന്ന് എഴുന്നേറ്റ് ചെല്ലടാ എന്നൊക്കെ പറഞ്ഞാണ് എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത്. രാവിലെ 7 മണിയൊക്കെ ആകുമ്പോൾ ശിവരാമൻ ചേട്ടൻ വന്നിരിക്കും. അത്രയ്ക്ക് അടുപ്പം എൻ്റെ വീടുമായിട്ടുണ്ടായിരുന്ന 2 പേരാണ്. കലാമാഷും അത് തന്നെയാണ്. അപ്പൊ ഇതുവരെയൊക്കെ ശരിക്കും പറഞ്ഞ് ഇവരൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ആ പാപ്പു സാറൊക്കെ പറഞ്ഞ പോലെ ഇവരൊക്കെ ചെയ്തതിനെ നമ്മൾ എന്താണോ ചെയ്താൻ ഉദ്ദേശിച്ചതല്ലേ ചെയ്തുകൊണ്ടിരുന്നത് അതിനെ നമ്മൾ പിന്തുടരുക, കൂടുതൽ ശക്തമായി ജനങ്ങളിലേക്ക് എത്തിക്കുക. അതൊക്കെയാണ് നമ്മുടെ ഉത്തരവാദിത്വം. അത്തരം ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഇവരുടെ ഈ അനുസ്മരണ യോഗം കൊണ്ട് കഴിയട്ടെ. ഇവരുടെ 3 പേരുടെയും കുടുംബാംഗങ്ങളോടൊപ്പം അവരുടെ വേർപാടിലും ദുഃഖത്തിലും ഈ അനുസ്മരണത്തിലും ഒക്കെ പങ്കുചേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, 5 മിനിറ്റ് മാത്രം എന്നുള്ള ഒരു അഭിപ്രായം കേട്ടപ്പോൾ ഇനി ഒന്നും സംസാരിക്കേണ്ടെന്ന് ഞാൻ അങ്ങനെ തീരുമാനിച്ചു. ഇപ്പം ആലോചിക്കുന്ന 5 മിനിറ്റ് കൊണ്ട് എന്ത് പറയണമെന്നുള്ളത് ആലോചിക്കണം. എന്താണെങ്കിലും അനുസ്മരണം നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ ഒരു കടമ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം അവരുടെ ജീവിതത്തിൽ അവരെന്തായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്, ഈ സമൂഹത്തെ മാറ്റിമറിക്കുവാനും വേണ്ടി അന്ധവിശ്വാസങ്ങളിൽ നിന്നും മതങ്ങളുടെ സ്വാധീനത്തിൽ നിന്നും ജാതി ചിന്തകളിൽ നിന്നും സ്വതന്ത്രമാക്കി പുതിയൊരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നതായിരുന്നു അവരുടെ പ്രവർത്തന ലക്ഷ്യം, അവരുടെ പ്രവർത്തന ശൈലി അതായിരുന്നു. നമ്മൾ ഈ അനുസ്മരണം നടത്തുമ്പോൾ നമ്മൾക്കുള്ള ഒരു കടമ എന്ന് പറഞ്ഞാൽ അവരെന്താണ് ഉദ്ദേശിച്ചിരുന്നത് ഇത് വീണ്ടും നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഞാൻ ആദ്യമായിട്ട് അത് സൂചിപ്പിക്കുന്നു. മറ്റൊന്ന്, കലാനാഥ മാഷുമായിട്ട് വളരെ കുറച്ച് അടുത്ത എന്തുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണുന്നത് 1980 ഞാനന്ന് മലപ്പുറത്ത് ജോലി ചെയ്യണം, അഭിലാഷുണ്ട്. അപ്പോൾ അവിടെ ഒരു സമ്മേളനം, സാംസ്കാരിക സമ്മേളനം, അതിൽ ഒരു മഹർഷിയെ വിളിച്ചിട്ടുണ്ട്, ഒരു പള്ളിയിലെ ക്രിസ്ത്യാനികളുടെ ഒരു അച്ഛനെ വിളിച്ചിട്ടുണ്ട്, രാഷ്ട്രീയ പാർട്ടികളെ സാംസ്കാരിക സംഘടന ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ തീരുമാനിച്ചു കലാനാഥ മാഷയും കൂടി അതിൽ പങ്കെടുപ്പിക്കണം. അപ്പോൾ അവർ സമ്മതിച്ചു. അപ്പോൾ ഞാൻ അഭിലാഷും കൂടി കലാനാഥ മാഷ വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിക്ക് പെട്ടെന്ന് ബസ്സുകാർ പണിമുടക്കെടുത്ത് ഞങ്ങളൊരു പെട്ടിവണ്ടി കയറിപ്പോയി. അങ്ങനെ വളരെ ക്ലേശിച്ച് അന്ന് മാഷാന്ന് കണ്ട് മാഷ് വരികയും ആ സമ്മേളനത്തിൽ വളരെ പ്രഗത്ഭമായ രീതിയിൽ മറ്റു പലരുടെയും വിമർശനങ്ങളൊക്കെ കട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രഭാഷണം കലാനാഥ മാഷ് നടത്തിയത് മറക്കാൻ കഴിയില്ല. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാനൊരു അസുഖം ബാധിച്ചിരിക്കുന്നതിൻ്റെ റെസ്റ്റിലായിരുന്നുകൊണ്ട് എങ്കിലും ഞങ്ങളൊരു മരിച്ച ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് പോകുന്നത്. കലാനാഥയുടെ ഭാര്യയും എൻ്റെ ഭാര്യയും തമ്മിൽ വലിയ സുഹൃത്തുക്കളാണ്. ആ ശോഭനയും സുലേഖ, ശോഭനയുടെ അനിയത്തിയാണ് സുലേഖ. അവർ കാസർഗോഡ് വർക്ക് ചെയ്യുന്ന കാലത്ത് എൻ്റെ ഭാര്യയും അവരും തമ്മിൽ 3 പേരും തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു. NGO യൂണിയൻ്റെ യോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ടുള്ള സൗഹൃദം അത് പിന്നീട് വലിയൊരു ബന്ധമായി മാറി. അന്ന് ഞാൻ എൻ്റെ ഭാര്യ എന്ന റോസിലെ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. പക്ഷെ ആ ഒരു സൗഹൃദം ശക്തമായിട്ട് നിൽക്കുകയാണ്, ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അടുത്ത ദിവസം ഞാനും ഭാര്യയും കൂടി കലാമാഷ് വീട്ടിൽ പോകാനും ശോഭനെ ഒന്ന് കാണുവാനും ആഗ്രഹിച്ചിട്ടുണ്ട്. ശോഭനയുടെ അനിയത്തി സുലേഖ മരിച്ചുപോയി. പിന്നെ കലാമാഷ്ക്ക് ഒരു മകനുണ്ടെങ്കിലും അവനെ കല്യാണം കഴിച്ചെങ്കിൽ അവൻ്റെ ഭാര്യ അവനുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് അവൾ പോയി. പിന്നെ ആ പയ്യൻ ഞാനന്ന് സംസാരിച്ച് പറഞ്ഞു എനിക്കിത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുള്ള ഒരു ജീവിതം തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ശോഭന ടീച്ചറും ഷംസാറും കൂടി ഒരുമിച്ചുള്ള ഒരു കുടുംബ ജീവിതമാണ്. അപ്പോൾ അവരെ വന്ന് കണ്ട് അവർക്കൊരു ആശ്വാസ വാക്കുകൾ പറയുക എന്നുള്ള അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ ഭാര്യ അടുത്ത ദിവസം പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പിന്നെ 9-ാം തീയതി ഒരു കാര്യം കൂടി പറയട്ടെ. 9-ാം തീയതിയുള്ള പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിയില്ല. കാരണം എനിക്ക് ആശുപത്രിയിൽ ചെക്കപ്പിന് ഡേറ്റ് തന്നിരിക്കുന്നത് അന്നാണ്. അപ്പോൾ കുറേ നാളുകളായി നമ്മുടെ പരിപാടിയിൽ പലതും എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ മാസിക വിതരണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ ത്യാഗപൂർണമായ ഒരു കാര്യമാണ് ചെയ്യുന്നത്. ആ മാസിക കുറേ നാളെ അസുഖം വന്നപ്പോൾ അത് മുഴുവൻ വിതരണം ചെയ്യാൻ പറ്റാതെങ്കിലും അതിൻ്റെ പൈസ കൃത്യമായിട്ട് അയച്ചു കൊടുക്കാറുണ്ട്. നമ്മൾ ഈ മാസികയുടെ ക്യാമ്പയിൻ നല്ല നിലയിൽ നടത്തണമെന്നും നേരത്തെ ഇവിടെ പല സുഹൃത്തുക്കളും പറഞ്ഞ പോലെ നാട്ടിൻപുറത്തുള്ള ചെറിയ ചെറിയ യൂണിറ്റുകൾ യോഗങ്ങൾ സംഘടിപ്പിക്കുകയും
അവിടെ ഈ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങളെ സംബന്ധിച്ചുള്ള ചെറിയ ചർച്ചകൾ നടത്തുവാനും സമൂഹത്തെ മാറ്റിമരിക്കുവാനുള്ള പ്രായോഗികമായ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ സംഭാഷണം നിർത്തുന്നു.